അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 33-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. വചനഭാഗത്തെ നമ്മൾ നോക്കിക്കേ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ദൈവമേ, നമ്മൾക്കറിയാം, ഒരാരാധനയ്ക്കകത്ത് നമ്മൾ കയറിയിരുന്ന് ദൈവകൃപയോടെ ആരാധിച്ച് വാഴ്ത്തി സ്തുതിക്കുവാൻ നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വചനം കേൾക്കുമ്പോഴും ഹൃദയസ്പർശിയായ ഗാനങ്ങൾ കേൾക്കുമ്പോഴും ഉപകരണങ്ങൾ കൃപയോടെ വായിക്കുന്നത് കേൾക്കുമ്പോഴും ഇതിനെല്ലാം ദൈവമക്കളെ കണ്ണ് നമുക്ക് തന്നു, കാത് തന്നു, അധരം തന്നു. ദൈവമേ, ഒരു കുറവില്ലാതെ ദൈവം നമ്മളെ അത്ഭുതവും അതിശയവുമായിട്ട് മെനഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കേണ്ടതിന് ആരാധനാലയത്തിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വചനം അതങ്ങോട്ട് ഏറ്റെടുക്കാം, ദൈവത്തെ സ്തുതിക്കാം. വചനം കേൾക്കുക മാത്രമല്ല ദൈവമക്കളെ, ഒരു ഗാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്. ആ പാട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ വരികൾ എഴുതിയിരിക്കുന്നവരൊക്കെ തൻ്റെ അനുഭവത്തിലൂടെ എഴുതിയ പാട്ടുകളാണ്. ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവമക്കളെ വിടുതൽ പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ കുറിച്ചു വെച്ച ഗാനങ്ങളാണ്. അത് ദൈവം കൊടുത്ത താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടത് പാടുമ്പോൾ അതിൻ്റെ ഈണവും ആ പാടുന്ന ശബ്ദവും ഉപകരണ സംഗീതങ്ങളും എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ദൈവമക്കളെ നമ്മൾ അറിയാതെ എവിടെയായിരുന്നാലും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്തുതിക്കേണ്ട സമയത്ത് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ ദൈവമക്കളെ നമ്മളൊന്നും അറിയാത്ത അവസ്ഥയിലായി പോകുമല്ലേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന ആരാധനയുടെ മധ്യത്തിൽ മൺകുട ഉടയപ്പെടുന്ന സമയമാണ്, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന സമയമാണ്, രോഗികൾ സൗഖ്യമാകുന്ന സമയമാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയത്ത് സ്തുതിക്കാനൊന്നും ആരും പറയണ്ട. അമ്മേ സ്തോത്രം. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്ന ഏതൊരു ദൈവവൈദ്യൻ്റെയും വായിൽ നിന്ന് അധരം കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് അകത്തുനിന്ന് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതിഗീതങ്ങളാണ്. ആമേൻ. എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ എത്ര മനോഹരമാണ്. ദൈവത്തെ സ്തുതിക്കുക. ആമേ സ്തോത്രം. അതേറ്റവും മനോഹരമാണ്. ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് സ്തുതിപ്പുയരുമ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കില്ലയോ? അങ്ങനെയല്ലേ ആരാധനയുടെ മധ്യത്തിൽ പലപ്പോഴും നമുക്കറിയാം എല്ലാ ആരാധനാലയങ്ങളും നടക്കുന്നത്. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം ഇറങ്ങി വരുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, മനം തകർന്നിരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ദൈവത്തെ പാടി വാഴ്ത്തും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഭകളിലിരുന്ന് ആരാധന സമയത്ത് ഉറങ്ങിപ്പോകുന്നൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു മനസ്സ് ദൈവം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ആരാധനാലയങ്ങളിൽ കയറി ഇരിക്കുമ്പോൾ ഒരു ഇരിപ്പിടം കിട്ടിയാൽ അപ്പോഴേ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ വചനം എനിക്കായിരിക്കണേ, ഇന്നത്തെ ഈ പാട്ട് എനിക്ക് വേണ്ടി ആയിരിക്കണമേ, ഇതിനകത്ത് ഉപദേശം എനിക്കായിരിക്കണമേ. ദൈവമക്കളെ ദൈവ സന്നിധിയിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ സ്തോത്രം, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ വിടുതലിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരാധനാലയത്തിലിരുന്ന് ആരാധനയുടെ സമയത്ത് അലസമായിട്ടിരിക്കുന്ന, ഉറങ്ങിപ്പോകുന്ന കർത്താവെ അവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവകരങ്ങൾ വയ്ക്കുക. ആ ബന്ധനങ്ങളെ കർത്താവെ അവിടുന്ന് അഴിച്ചു മാറ്റിക്കൊണ്ട് വചനം ശ്രദ്ധിക്കുവാൻ, ആരാധന നന്നായി കൂടുവാൻ, പാട്ട് കേൾക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് കാണുവാൻ, അനുഭവിക്കുവാൻ, കൂടെ ചേർന്ന് പാടി, കൂടെ ചേർന്ന് കൈയടിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 24 മൂപ്പന്മാരുടെ നടുവിലിരുന്ന് കർത്താവെ സിംഹാസനത്തിലിരിക്കുന്നവനെ ആരാധിക്കുന്ന ആ സ്തുതിഗീതങ്ങൾ കർത്താവെ എത്രയോ മഹത്വമായിരുന്നു എന്നടിയങ്ങളെ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്തുതി ഉയർന്നപ്പോൾ ഇവരെവിടെ നിന്ന് വന്നവരെന്നൊരു ചോദ്യം അവിടെ ഉണ്ടായല്ലോ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരുടെ സ്തുതിപ്പ് കർത്താവേ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണെന്ന്. കഷ്ടത മറന്ന് ഉല്ലസിക്കുന്ന അനുഭവമായിരുന്നല്ലോ കർത്താവേ. ഇന്ന് ഈ സമയത്ത് ദൈവമായ കർത്താവേ, ഇങ്ങനെയുള്ള കുറവുകൾ അലട്ടിക്കൊണ്ടിരുന്ന് ആരാധന നന്നായി കൂടാൻ പറ്റാത്ത എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ദൈവമേ, ശ്രദ്ധയോടിരുന്ന് വചനം കേൾക്കുവാൻ, ശ്രദ്ധയോടിരുന്ന് പാട്ട് കേൾക്കുവാൻ, ശ്രദ്ധയോടെ പാട്ട് പാടി സ്തുതിക്കുവാൻ, കൈത്താളമേളങ്ങളെ കർത്താവെ ഉണർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണേ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്ന് വചനം കേൾപ്പിച്ചതുപോലെ കർത്താവെ, ഇനി എല്ലാവരും ഈ വചനം അനുഭവിച്ചുകൊണ്ട് കർത്താവെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുണരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികൾ ഉണർന്ന്, സഭ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാനമേഘങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവം ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് തൊട്ട് സൗഖ്യമാക്കണമേ, തൊട്ട് സൗഖ്യമാക്കണമേ. സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ. ബന്ധനങ്ങളെ കർത്താവ് അഴിക്കണമേ. എല്ലാ പോരാട്ടത്തെയും ജയിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തി പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന മക്കളുടെ മേൽ വന്നിറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇരിക്കുന്നിടം മറന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എൻ്റെ യേശുവേ, എൻ്റെ കർത്താവിനോട് ചേർന്ന് സംസാരിച്ച് വാഴ്ത്തിയും സ്തുതിച്ചും കർത്താവിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വം പുകഴ്ച അങ്ങെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.